ഡ്രീം ബട്ടർഫ്ലൈസിന്റെ കൂട്ടുകാർക്കൊക്കെ സുഖം തന്നെയല്ലേ? നോർഫോക്കിലെ 7 വണ്ടേഴ്സിൽ ഒന്നായ നോർവിച്ച് കത്തീഡ്രൽ നമുക്ക് പോയി കണ്ടാലോ? 15th സെഞ്ചുറി നിർമ്മിച്ച മഹത്തായ ഒരു കലാസൃഷ്ടിയാണ് നോർവിച്ച് കത്തീഡ്രൽ. 4 ഗേറ്റുകളാണ് നോർവിച്ച് കത്തീഡ്രലിനുള്ളത്. പ്രധാന ഗേറ്റിന് സമീപമുള്ള സെക്കൻഡ് ഗേറ്റിലൂടെയാണ് ഞങ്ങൾ അകത്തേക്ക് കയറിയത്. അതിവിശാലമായ ഗാർഡനിൽ വെല്ലിംഗ്ടണിലെ ഫസ്റ്റ് ഡ്യൂക്കായ ഡ്യൂക്ക് ആദർ വെല്ലസിയിലെ സ്റ്റാച്യു ആണ് ഞങ്ങളെ സ്വീകരിച്ചത്. നോർവിച്ചിലെ കാസലിന് സമീപം 1852 അദ്ദേഹത്തിന്റെ മരണത്തിന് 1 വർഷത്തിനു ശേഷം സ്ഥാപിച്ചതാണ് ഈ സ്റ്റാച്യു. പിന്നീട് പുതിയ റോഡിന്റെ ലേഔട്ടിന്റെ ഫലമായി 1937 കത്തീഡ്രൽ ഗ്രൗണ്ടിലേക്ക് മാറ്റിയതാണ് ഈ സ്റ്റാച്യു. നിരവധി സ്കൾപ്ചറുകൾ കത്തീഡ്രലിന്റെ പല ഭാഗത്തും ഗാർഡനിലുമായി നമുക്ക് കാണാൻ സാധിക്കും. കത്തീഡ്രലിന്റെ അകവശം അതീവ സുന്ദരമാണ്. ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ കീഴിലുള്ള ഒരു കത്തീഡ്രലാണ് ഇത്. നോർവിച്ച് ബിഷപ്പിന്റെ ആസ്ഥാനവും നോർവിച്ച് രൂപതയുടെ മാതൃ ദേവാലയവുമാണ് ഈ കത്തീഡ്രൽ. 900 വർഷത്തെ പാരമ്പര്യമുള്ള ഈ കത്തീഡ്രൽ നോർവിച്ചിലെ ജനങ്ങളുടെ ഹൃദയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1585 മരിച്ച ഓസ്ബർട്ടോ പാസിലിയുടെ ശവകുടീരമാണ് ഇത്. കത്തീഡ്രലിന്റെ ഓരോ ഭാഗത്തിനും ഓരോ കഥകൾ പറയാനുണ്ടാവും, പ്രത്യേകിച്ച് യുദ്ധങ്ങളുടെ കഥകൾ. ഈ പ്ലേറ്റുകളിൽ എഴുതി വച്ചിരിക്കുന്നത് ദി കിങ്സ് റോയൽ റെജിമെന്റിന്റെ ഭാഗമായി 1ഉം 2ഉം വേൾഡ് വാറിൽ പങ്കെടുത്ത് മരിച്ചുപോയ 12th നോർഫോക്ക് റെജിമെന്റിലെയും 65th ആന്റി ടാങ്ക് റെജിമെന്റിലെയും ഉണ്ടായിരുന്നവരുടെ ഓർമ്മയ്ക്കായി എഴുതി വച്ചിരിക്കുന്ന പേരുകളാണ്. നല്ലൊരു ബലിപീഠവും അതിന്റെ പിന്നിൽ അതിവിശാലമായ ഒരു ഓർഗന്റെ യൂണിറ്റും നമുക്ക് കാണാൻ സാധിക്കും. മാക്ലിയൻ വിൻഡോസ് ഓർ ട്രിനിറ്റീസ് വിൻഡോസ് എന്നറിയപ്പെടുന്ന ഹോളി ട്രിനിറ്റിയെ പ്രതിനിധീകരിക്കാൻ വേണ്ടി ആർട്ടിസ്റ്റ് ജോൺ മാക്ലിയൻ രൂപകൽപ്പന ചെയ്യുകയും 2014 സ്ഥാപിക്കുകയും ചെയ്ത വിൻഡോസ് ആണ് ഇത്. പ്രകാശത്തിന്റെ ഉദാത്തമായ ഒരു ദൃശ്യവിസ്മയം നമുക്ക് ഈ ഇടനാഴിയിൽ കാണാൻ സാധിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ദൃശ്യവിസ്മയം ആണ് ഇത്. നോർവിച്ച് കത്തീഡ്രലിലെ 65ാമത്തെ ബിഷപ്പായ ജോൺ തോമസ് പെൽഹാമിന്റെ ഭൗതിക ശവകുടീരമാണിത്. 1857 മുതൽ 1893 വരെയാണ് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നത്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഓർഗനുകളിൽപ്പെട്ട ഒന്നാണ് നോർവിച്ച് കത്തീഡ്രലിലെ ഓർഗൻ. (32 അടി മുതൽ 1 ഇഞ്ച് നീളമുള്ള 5767 പൈപ്പുകളാണ് ഈ ഓർഗനിൽ ഉള്ളത്. 1899 പ്രാദേശിക നിർമ്മാതാക്കളായ നോർമാനും ടാഡിയും ചേർന്നാണ് ഈ ഓർഗൻ നിർമ്മിച്ചത്. എന്നാൽ 1939 ഉണ്ടായ തീപിടുത്തത്തിൽ കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. പിന്നീട് 2017 ഓർഗൻ പുനർനിർമ്മിക്കുകയും ചെയ്തു. നോർമാൻ വാസ്തുവിദ്യയുടെയും ഗോതിക് വാസ്തുവിദ്യയുടെയും മഹത്തായ മിക്സിംഗ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ബിഷപ്പ് ഗോൾഡ് വെല്ലിന്റെ ഡോമിൽ റെഡും ഗ്രീനും കലർന്ന പഴയകാല ഛായാഗ്രഹണം നമുക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. 1145 1190 ഇടയിലാണ് നോർമൻ ആർക്കിടെക്ചറിൽ നിന്ന് ഗോതിക് ആർക്കിടെക്ചറിലേക്ക് മാറുന്നത്. നോർമൻ ഗോതിക് ആർക്കിടെക്ചറിന്റെ വ്യത്യാസം നമുക്ക് വഴിയെ മനസ്സിലാക്കാവുന്നതാണ്. വളരെ ചെറുതും ഇടുങ്ങിയതുമായ ഒരു ഇടനാഴി കയറി ചെന്നപ്പോൾ കാണാൻ സാധിച്ചത്
നോർവിച്ച് ഡയോസസിന്റെ ഒരു ട്രഷറിയാണ്. ആയിരത്തി 1973 ഇത് സ്ഥാപിതമായത്. സ്വർണത്തിലും വെള്ളിയിലും പ്ലേറ്റ് ചെയ്തിട്ടുള്ളതും അല്ലാത്തതുമായ കാസയും പീലാസയും പലതരത്തിലുള്ള ഉപയോഗ വസ്തുക്കളും ഇവിടെ കാണാൻ സാധിക്കും. പഴയ നൂറ്റാണ്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല പ്ലേറ്റുകളും അതോടൊപ്പം അന്നത്തെ പട്ടാളക്കാരുടെയും ബിഷപ്പുമാരുടെയും അവരുടെ അധികാര പരിധി കാണിക്കുന്ന മെഡലുകളും പലതും നമുക്കിവിടെ കാണാൻ സാധിക്കും. കുറെ തരം ഈ ട്രഷറിയിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം പയ്യെ ആ ഇടുങ്ങിയ ഇടനാഴി വഴി താഴേക്കിറങ്ങി. കാഴ്ചകൾ കണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ അടുത്തതായി കാണാൻ സാധിച്ചത് സെന്റ് സേവിയേഴ്സ് ചാപ്പലാണ്. ദി റോയൽ നോർഫോക്ക് റെജിമെന്റിനും ദി റോയൽ ആംഗ്ലിക്കൻ റെജിമെന്റിനും വേണ്ടി സമർപ്പിക്കപ്പെട്ടുള്ള ചാപ്പലാണ് ഇത്. 1ഉം 2ഉം വേൾഡ് വാറിൽ വീണുപോയ പട്ടാളക്കാരുടെ ഓർമ്മയ്ക്കായി 20th സെഞ്ചുറിയിൽ നിർമ്മിച്ചതാണ് ഈ ചാപ്പൽ. ഇത് സെന്റ് ലൂക്കസ് ചാപ്പൽ. മനോഹരമായ കല്ലിൽ കൊത്തിയെടുത്ത ഒരു മാമോദിസ തൊട്ടി നമുക്കിവിടെ കാണാൻ സാധിക്കും. നോർവിച്ച് കത്തീഡ്രലിലെ ആദ്യത്തെ ബിഷപ്പാണ് ഹെബാർട്ട് ഡി ലോസിംഗ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം 1996 കെട്ടിടത്തിന്റെ പണി ആരംഭിച്ചത്. 1119 ബിഷപ്പ് ഹെബാർട്ട് മരിക്കുന്നതിന് മുമ്പ് കത്തീഡ്രലിന്റെ ഭൂരിഭാഗവും നിരവധി സന്യാസ കെട്ടിടങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. മനോഹരമായ ഈ വാസ്തുവിദ്യകളൊക്കെ കണ്ടു നടക്കുമ്പോഴാണ് മറ്റൊരു സവിശേഷത ശ്രദ്ധയിൽപ്പെട്ടത്. 400 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച തോമസ് ഗുഡിങ്ങിന്റെ അസ്ഥികൂടം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലം. അവിടെ ഒരു നോട്ടും എഴുതി വച്ചിരിക്കുന്നു. മരണം ഓർക്കുക, ഈ സ്ഥലത്ത് നിൽക്കുന്ന എല്ലാവരും കടന്നു പോകും. ഞാൻ ആയിരിക്കുന്നത് പോലെ ഒരിക്കൽ നിങ്ങളും ആകും. തോമസ് ഗുഡിങ് ഇവിടെ നിൽക്കുന്നു, ദൈവത്തിന്റെ ന്യായവിധിക്കായി കാത്തിരിക്കുന്നു. ജീവിതത്തിലെ ഓട്ടത്തിൽ ചിന്തിപ്പിക്കുന്ന കുറെ വാക്കുകൾ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പല പെയിന്റിങ്ങുകളും നമുക്കവിടെ കാണാം. പലതും മങ്ങി തുടങ്ങിയിരിക്കുന്നു. പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഗോതിക് വാസ്തുവിദ്യയുടെ ഏറ്റവും നല്ല ഒരു സൃഷ്ടി നമുക്ക് കാണാൻ സാധിക്കുക. ഹെവൻലി ഗോതിക് ക്ലോയിസ്റ്ററുകൾ എന്നാണ് ഈ ഒരു ഏരിയ വിശേഷിക്കപ്പെടുന്നത്. ഇവിടെ നടുവിൽ കാണുന്ന ഓരോ ചിത്രവും വ്യത്യസ്തമാണ്. ഇവിടെ വരുന്നവർക്ക് നോർവിച്ച് കത്തീഡ്രലിന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കുന്ന നിരവധി ഫ്രീ സർവീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിലൊരാളെ ഞങ്ങൾ പരിചയപ്പെട്ടു. Very gifted in medieval times, the work people and the artists. So the work people would create these stone bosses there, and the masons would shape them, and the artists would paint them. And also some of the writings inside the walls also, it's we can forget with the small colors, green and red colors. Yes. Yes, not bad for 900 years old. That's something we can believe. Yeah.
Well, these are quite important because this is where the monks would stand before they go into their church for the services, maybe 7 or 9 times a day. So these are a mixture of foliage and daytime events, but there's some sacred ones here, very, very quite. We are from India. Oh, right, yes, yeah. അദ്ദേഹം ഞങ്ങളുടെ വിശേഷങ്ങൾ ചോദിക്കുകയും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരികയും ചെയ്തു. നോർമാൻ ഗോതിക് വാസ്തുവിദ്യയുടെ പ്രത്യേകതകൾ അദ്ദേഹം വിവരിക്കുകയും ചെയ്തു. നോർമാൻ ഗോതിക് വാസ്തുവിദ്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഗോതിക് വാസ്തുവിദ്യ പലതരത്തിലുള്ള പ്രവേശന കവാടങ്ങളും അവ കൂർത്തതും നീണ്ടതുമാണ്. വാളിന്റെ തിക്നെസ്സും വിൻഡോയുടെ സൈസും എന്നിവയെല്ലാം വ്യത്യസ്തമാണ്. നോർമാൻ ആർക്കിടെക്ചറിന്റെ സവിശേഷത അത് സെമി സർക്കുലർ ആയിട്ടുള്ള പ്രവേശന കവാടങ്ങളാണ്. പലപ്പോഴും സിഗ്സാഗ് പാറ്റേണുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഭിത്തികൾക്ക് കനം കൂടിയതാണ്, ചെറിയ വിൻഡോകളാണ് എന്നിങ്ങനെ പല സവിശേഷതകളും നോർമാൻ ഗോതിക് വാസ്തുവിദ്യകൾക്കുണ്ട്. ഹാരി പോട്ടർ ഫിലിംസിനെ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല. ഹാരി പോട്ടർ ഫിലിംസിലെ ചില ഭാഗങ്ങൾ ഇവിടെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഹോഗ്വാർട്സ് യൂണിവേഴ്സിറ്റിയുടെയും ചില ഭാഗങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഹാരി പോട്ടർ ഫാൻസ് തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ഭാഗമാണ് ഈ ഏരിയ. ഹാരി പോട്ടർ ഫിലിം മാത്രമല്ല, 2013 ജാക്ക് ദി ജയന്റ് സ്ലേവർ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ടുലിപ്പ് ഫീവർ, അൺനാച്ചുറൽ കോസസ്, വാനിറ്റി ഫെയർ തുടങ്ങി നിരവധി മൂവീസ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ക്ലോയിസ്റ്ററിനുള്ളിലെ ഈ സ്ക്വയർ മനോഹരമായ പൂന്തോട്ടമായി പണ്ട് ഉപയോഗിച്ചിരുന്നു. ഇവിടെ രണ്ടുപേര് എന്തോ കാര്യമായി തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ക്ലോയിസ്റ്റർ എന്ന് പറയുന്നത് നോർവിച്ച് കത്തീഡ്രലിലെ ക്ലോയിസ്റ്ററുകളാണ്. ക്ലോയിസ്റ്റർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് പണ്ട് സന്യാസിമാരോ അല്ലെ കന്യാസ്ത്രീ മഠങ്ങളോ ഒക്കെ അവരുടെ ഏകാന്ത ജീവിതത്തിനും അല്ല അവരുടെ സരളമായ ജീവിതത്തിനും ആയിട്ട് ഉപയോഗിച്ചിരുന്ന ഏരിയകളെയാണ് ക്ലോയിസ്റ്റർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരിക്കൽ ഈ ക്ലോയിസ്റ്റേഴ്സിന്റെ പണി നിർത്തിവെച്ചിരുന്നു. 1349 ഇംഗ്ലണ്ടിലെ പ്ലേഗ് പൊട്ടിപ്പുറപ്പെടുന്നതിനെ തുടർന്നാണ് ഈ ക്ലോയിസ്റ്റേഴ്സിന്റെ നിർമ്മാണം നിർത്തിവെച്ചത്. പിന്നീട് ഗോതിക് വാസ്തുവിദ്യ ജനപ്രിയമായതിനു ശേഷമാണ് വർഷങ്ങൾക്ക് ശേഷം ഈ ക്ലോയിസ്റ്റേഴ്സിന്റെ പണി സ്റ്റാർട്ട് ചെയ്തത്. ക്ലോയിസ്റ്ററിന്റെ സൈഡുകളിൽ ചെറിയ ചെറിയ ഒരുപാട് സ്റ്റോറേജുകളുണ്ട്. അത് പണ്ട് സന്യാസിമാർക്ക് വായിക്കാനുള്ള പുസ്തകങ്ങൾ സൂക്ഷിച്ചിരുന്ന ചെറിയ ചെറിയ ലൈബ്രറികളാണ്. 1939 തീപിടുത്തത്തിൽ ആ പുസ്തകങ്ങൾ പലതും നശിച്ചുപോയി. ആ പുസ്തകങ്ങൾ ഇരുന്നിടത്ത് മിക്കവയും പൂർണ്ണമായി അടയ്ക്കപ്പെടുകയോ അല്ലെങ്കിൽ മറയ്ക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്കവിടെ അങ്ങനെ ഒന്നും കാണാൻ സാധിക്കില്ല. ഈ ഭിത്തികളിൽ തെളിഞ്ഞു കാണുന്ന കല്ലുകൾക്ക് നൂറ്റാണ്ടുകളുടെ കഥകൾ പറയാനുണ്ടാവും. ഒന്ന് കാതോർത്താൽ ചിലപ്പോൾ അത് നമുക്കും കേൾക്കാൻ സാധിക്കുന്നതായിരിക്കും. ഈ കത്തീഡ്രലിന്റെ പൂർണ്ണമായ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ സാധിക്കില്ല. കാരണം കണ്ടതിനേക്കാളും കാണാത്ത ഒരുപാട് മുറികൾ, കേൾക്കാത്ത ഒരുപാട് കഥകൾ ഇതിനുണ്ട്. കണ്ടതിനേക്കാളും കേട്ടതിനേക്കാളും ഒരുപാട് അപ്പുറത്താണ് ഈ കത്തീഡ്രലിന്റെ ഓരോ കാര്യങ്ങളും. പഴയ ആർക്കിടെക്ചറിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന എഞ്ചിനീയറിംഗ് കുട്ടികൾക്ക് ഈ കത്തീഡ്രൽ ഒരത്ഭുതമായിരിക്കും. ഗോതിക് വാസ്തുവിദ്യയും നോർമൻ വാസ്തുവിദ്യയും പുതിയ മോഡേൺ ആർക്കിടെക്ചറും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ കത്തീഡ്രൽ കാണുന്നതിന് പ്രത്യേക ഫീസ് ഒന്നുമില്ല. കത്തീഡ്രലിൽ കാർ പാർക്കിംഗ് ഉണ്ടായിരിക്കുന്നതല്ല. ബ്ലൂ ബാഡ്ജ് ഉള്ള അവിടെ സർവീസ് നടത്തുന്നവർക്ക് മാത്രമേ കാർ പാർക്കിംഗ് ഉള്ളൂ. കാർ സമീപമുള്ള കാർ പാർക്കിംഗ് സോണുകളിൽ പാർക്ക് ചെയ്തിട്ട് പോകേണ്ടതാണ്. അവിടെ പേ ആൻഡ് പാർക്കാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി ഇനി നമുക്ക് കാണാം.